ഇന്ന് ഇവൻ എൻ്റെ ഒപ്പം ഇറങ്ങിയ ഞങ്ങളുടെ 16ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ. നമുക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല, മുകളിലിരിക്കണവനോട് തോന്നണ്ടേ. അന്ന് കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. സിനിമയ്ക്ക് പോകാം, പിന്നെ ഒരുപാട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം, കുറേ യാത്രകൾ പോകാം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമാണ് കേട്ടോ. പക്ഷേ അവൻ്റെ ഒപ്പം ജീവിച്ച സമയത്ത് അവനതൊക്കെ നടത്തി തന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അവനുണ്ടാണെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇതിലും കുറേ കൂടി അടിപൊളിയായിട്ട് പോയെന്നു. അവനില്ലാതെ പോയതിൻ്റെ ഏറ്റവും കൂടുതൽ നഷ്ടം എനിക്ക് തോന്നുന്നത് എൻ്റെ മക്കൾക്ക് തന്നെയായിരിക്കും. അവർക്ക് ചിലപ്പോൾ അത് അറിയാൻ പ്രായമായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളായിട്ടോ. ഞായറാഴ്ച ഇന്നിപ്പോൾ ഈ അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അനിയനും എൻ്റെ മക്കളും കൂടി ഇടി കൂടാൻ തുടങ്ങി കാണുന്നത്. ഇവനിവിടെ വന്നത് സ്ഥിരം പതിവാട്ടോ. അവന് 20 വയസ്സായെങ്കിലും അവൻ ചില സമയത്ത് ഇവരെ കഴിഞ്ഞ് ചെറുപ്പം. ഒരു കാര്യമില്ല, രണ്ടുപേരല്ല 3 പേരും കൂടി തമ്മിൽ തല്ലൽ ഇവിടെ പതിവ് തന്നെ. ഞാൻ പിന്നെ ഇതിനകത്തൊന്നും ഇടപെടാൻ പാടില്ല കേട്ടോ. അതുതന്നെ ഞങ്ങൾക്ക് കറി വയ്ക്കാൻ അടുക്കള കയറിയതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു 10 മിനിറ്റ് എവിടെയെങ്കിലും ഒരുമിച്ചിരുന്ന് വർത്താനം പറയാനുണ്ട്. അപ്പോൾ രണ്ടെണ്ണം കൂടി കയറി വരും കേട്ടോ. എന്തെന്നാണ് പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൻ്റെ കൂടെ വരുമ്പോൾ പറയും, നിൻ്റെ ഒരു 10 മിനിറ്റ് ഇരുന്ന് വർത്താനം പറയും, കുരിപ്പുകൾ സമ്മതിക്കണില്ലല്ലോ എന്ന് പറയും. ഞങ്ങൾ രണ്ടിടത്തിലൊന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. എന്നാൽ അവരവരുടെ കാര്യങ്ങളോട്ട് പറയില്ല. ഈ കുശുമ്പ് കുത്തണമെന്ന് പറയില്ലേ, അതാണ് ഈ രണ്ടിടത്തിന് ആ സമയത്ത് നടക്കണേ. പിന്നെ മോനായിട്ടുള്ള അങ്കമ്പിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അവളായിട്ടായിട്ടോ. ഇവിടുത്തെ രണ്ടെണ്ണം ഒട്ടും വിട്ടുകൊടുക്കില്ല. അത് ചേട്ടായില്ലേ സാറില്ലേ പോട്ടേന്ന് ഇവരും വയ്ക്കില്ല കേട്ടോ. ഇവർ നല്ല ഇടി ഇടിക്കും. പിന്നെ അവൻ അങ്ങനെ ഇടി തിരിച്ചിടിക്കില്ല കേട്ടോ. അവൻ ഈ കാണിക്കലൊക്കെ ഉള്ളൂ. ഇവർ ഇടിക്കുമ്പോഴൊക്കെ തിരിച്ച് നിന്ന് കൊണ്ടുകൊണ്ടിരിക്കും പാവം. പിന്നെ അവർ തമ്മിൽ തല്ലുകൂടലൊക്കെ കഴിഞ്ഞത് മോനും അവനോട് പോയി പൊറോട്ട മേടിച്ചതാണ്. പൊറോട്ട മേടിച്ചത് നല്ല സന്തോഷമാണ് ഇപ്പോൾ അവൻ്റെ മുഖത്ത് കണ്ടേട്ടോ. ഇവനെപ്പോഴും പുറത്തെ ഫുഡിനോട് കുറച്ചും കൂടി താല്പര്യം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ച് അങ്ങനെയോട് പോയി.